ലൂക്കോസ് 15:4. നിങ്ങളിൽ ഒരാൾക്ക് 100 ആടുണ്ട് എന്നിരിക്കട്ടെ, അതിലൊന്ന് കാണാതെ പോയാൽ അവൻ 99 മരുഭൂമിയിൽ വിട്ടേച്ച് ആ കാണാതെ പോയതിനെ കണ്ടെത്തും വരെ നോക്കി നടക്കാതിരിക്കുമോ? ഇന്നത്തെ ചിന്താവിഷയം നഷ്ടപ്പെട്ടതിനെ തിരിച്ചു പിടിക്കുക. എനിക്ക് നഷ്ടപ്പെട്ടതിനെ തിരിച്ച് ഞാൻ കണ്ടെത്തും. ഇന്ന് നഷ്ടപ്പെട്ടതിനെ, നിങ്ങളുടെ അനുഗ്രഹത്തെ എവിടെയാണോ നഷ്ടപ്പെട്ട് പോയത്, എവിടെയാണോ ശത്രു അപകരിച്ച് വെച്ചത്, എവിടെ പോയി, എവിടെ കളഞ്ഞു പോയി, എവിടെ വീണു പോയി, ഇന്ന് എവിടെയാണോ വീണു പോയതിനെ നമുക്ക് തിരിച്ചു പിടിക്കാൻ ഒരു ആത്മഭാര. ഇന്ന് നമ്മൾക്കൊരു ആത്മഭാര നമുക്കിന്ന് വേണം. ഇന്ന് സഭയ്ക്കിന്ന് വേണം. നഷ്ടപ്പെട്ട് കളഞ്ഞു പോയതിനെ ഇനി പോയെന്ന്, അയ്യോ ഇനി പോയി കിട്ടത്തില്ല എന്ന് പറയരുത്. ഇന്ന് നമ്മൾ ആഗ്രഹിച്ച് അതിനു വേണ്ടി നമ്മൾ ഇറങ്ങുമെങ്കിൽ ഇന്ന് നമ്മൾ തിരിച്ചു പിടിക്കും. എത്ര വിശ്വസിക്കുന്നുണ്ട്? ഇന്ന് എത്ര തിരിച്ചു പിടിക്കുമെന്ന് വിശ്വസിക്കുന്നുണ്ട്? യേശു പറഞ്ഞതിൽ ഒരു ഉപമ ശിഷ്യന്മാരോട് ആ ഭക്ഷണ സമയത്തിരുന്ന സമയത്ത്, പാപികളുടെയും ചുങ്കങ്ങളുടെയും പരിശുദ്ധന്മാരുടെയും കൂട്ടത്തിരുന്ന സമയത്ത്, ഭക്ഷണം കഴിക്കാതിരുന്ന സമയത്തും യേശു ഉപമ പറയുന്ന വെച്ചാൽ എല്ലാവരെയും ഒരുമിച്ച് കിട്ടുമ്പോഴായിരിക്കും ചില വചനങ്ങൾ പറയുന്നത്. ഹല്ലേലൂയ. ഇന്ന് ദൈവമക്കളെ, ദൈവത്തിന് ഒരുമിച്ച് കിട്ടുമ്പോൾ, 10 വരെ ഒരുമിച്ച് കിട്ടുമ്പോൾ കർത്താവ് വചനം പറയും. ഹല്ലേലൂയ. നമുക്ക് 10 വരെ കിട്ടുമ്പോൾ ഹല്ലേലൂയ നമ്മൾ വചനം പറയണം. യേശു നോക്കണം, ഒരുമിച്ച് കിട്ടിയപ്പോൾ യേശു ഒരു ഉപമ പറഞ്ഞു. ഹല്ലേലൂയ. നിങ്ങളിൽ ഒരാൾക്ക് 100 ആട് എന്നിരിക്കട്ടെ, അതിൽ ഒന്ന് കാണാതെ പോയാൽ അവൻ 99 മരുഭൂമിയിൽ വിട്ടേച്ച് ആ കാണാതെ പോയതിനെ കണ്ടെത്തും വരെ നോക്കി നടക്കാതിരിക്കുമോ? എവിടെയാ വിടുന്നത്? മരുഭൂമിയിൽ വെച്ചാണ്. 100 ആട് ഒരു വ്യക്തിക്കുണ്ടായിരുന്നു. മരുഭൂമിയിൽ വെച്ച് എണ്ണി നോക്കിയപ്പോൾ ആടുകൾ മേച്ചുകൊണ്ടിരിക്കുകയാണ്. മരുഭൂമിയിലാണ് ആടുകളെ മേയ്ക്കുന്നത്. എന്നാൽ ഈ കൂട്ടത്തിൽ എണ്ണി നോക്കിയപ്പോൾ ഒന്നിനെ കാണുവാനില്ല. ഉടമസ്ഥ നോക്കിയപ്പോൾ ഒന്നിനെ കാണാനില്ല. ഹല്ലേലൂയ. എന്നാൽ ഓരോന്നായിട്ട് എണ്ണി തിട്ടപ്പെടുത്തി ഒന്നുകൂടെ എണ്ണി നോക്കിയപ്പോൾ ഒന്ന് കുറവുണ്ട്. എന്നാൽ ഈ 99 മരുഭൂമിയിൽ ഉപേക്ഷിക്കുകയാണ്, മരുഭൂമിയിൽ നിർത്തുകയാണ്, മാറ്റി നിർത്തുകയാണ്. എന്നാൽ നഷ്ടപ്പെട്ടതിനെ കണ്ടെത്തുവാൻ വേണ്ടി ഈ 99 മാറ്റി നിർത്തിയിട്ട് ഇതിനെ അന്വേഷിക്കാൻ വേണ്ടി ഉടമസ്ഥൻ ഇതിനു വേണ്ടി ഇറങ്ങുകയാണ്. ഹല്ലേലൂയ. ഇന്ന് നഷ്ടപ്പെട്ടു പോയതിനെ നഷ്ടമായി കാണുകയാണ്. എന്നാൽ പലരും പറയും, നമുക്ക് 100 ഉണ്ടല്ലോ, 91 പോയാലോ 99 ഉണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് ആശ്വസിക്കാം, കുഴപ്പമില്ല, കളഞ്ഞു പോയത് പോട്ടെ, അല്ലെ വീണു പോയത് പോട്ടെ, നഷ്ടപ്പെട്ടത് പോട്ടെ എന്നും പറഞ്ഞ് സമാധാനപ്പെടുന്നവരോട് പറയാ, നിന്റെ അനുഗ്രഹം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, നിന്റെ നന്മ നഷ്ടപ്പെട്ടു പോയി എന്നും പറഞ്ഞ് തിരിച്ച് നീ അടങ്ങിയിരിക്കരുത്. അത് പോയത് പോട്ടെ എന്നും പറഞ്ഞിട്ട് നിസാരമായിട്ട് കാണരുത്. ഇന്ന് സ്വർഗം പറയുന്നു, നീ അതിനു വേണ്ടി അന്വേഷിക്കാൻ വേണ്ടി ഒന്ന് ഇറങ്ങുമെങ്കിൽ, ഇന്ന് ഇറങ്ങാനുള്ള ഒരു ആത്മഭാരം അത് എനിക്ക് വേണമെന്ന് പറഞ്ഞ് പറയുന്നവർക്കായി സ്തോത്രം. കർത്താവേ, എനിക്ക് ആ ഒരു കൃപ വേണം. ഇന്ന് എന്ത് നഷ്ടപ്പെട്ടു പോയി? ഒരാട് നഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് ഏറ്റവും ദൈവത്തിന് വലുതാണ്. നിങ്ങൾക്ക് ചെറുതാണെന്ന് പറഞ്ഞാലും ദൈവത്തിന് വലുതാണെന്ന് സ്വർഗം വിളിച്ച് പറയുന്നു. ഇന്ന് ഒരാടിനെ കുറിച്ച് പറയുമ്പോൾ 99-നേക്കാളിലും ഈ ഒരാടെന്ന് പറയുന്നത് ഏറ്റവും ശ്രേഷ്ഠമാണ്, ഏറ്റവും മാന്യമാണ്, ഏറ്റവും ഗുണമുള്ളതാണ്, ദൈവത്തിന് പ്രയോജനമുള്ളതാണ്, സകലത്തിന്മേൽ ഫലമുള്ളതാണ്, ദൈവരാജ്യത്തിന്റെ മേൽ ദൈവം വേർതിരിച്ചാടാണ്. അതുകൊണ്ട് ഈ ആടിന് വിലയുണ്ട്. 99 ആടിനെക്കാട്ടിലും ഒരാടിന് ഏറ്റവും വിലയുണ്ട്. ദൈവത്തിന് നിന്നെ കുറിച്ച് വലിയ പദ്ധതികളുണ്ട്. ഹല്ലേലൂയ. ഈ ആടെന്ന് പറയുമ്പോ ദൈവത്തിന്റെ സന്നിധിയിൽ വിലയുള്ളതാണ്. എന്നാൽ ഇവിടെ 5-ാമത്തെ വാക്യത്തിൽ കണ്ടു കിട്ടുന്നവരെ അന്വേഷിക്കും. കണ്ടു കിട്ടുമ്പോ ചുമലിൽ എടുത്ത് വീട്ടിൽ വന്നു സ്നേഹിതന്മാരെയും അയൽക്കാരെയും വിളിച്ചു കൂട്ടി, കാണാതെ പോയാൽ എന്റെ ആടിനെ കണ്ടു കിട്ടിയത് കൊണ്ട് എന്നോടുകൂടെ സന്തോഷിപ്പിൻ എന്ന് അവരോട് പറയും. നോക്കിക്കോളാം, കണ്ടു കിട്ടുമ്പോൾ കാണാതെ പോയ ആടിനെ കണ്ടു കിട്ടിയതുകൊണ്ട് എന്നോട് അയൽവാൾക്കാർ എല്ലാവരും പറയും, എല്ലാവരെയും വിളിച്ചു കൂട്ടും, എന്നോട് സന്തോഷിപ്പിൻ. നോക്കിക്കോളാം,
ദൈവസന്നിധിയിൽ നഷ്ടപ്പെട്ടതിനെ തിരിച്ചു കിട്ടുമ്പോൾ സ്വർഗത്തിൽ ഇതൊരു സന്തോഷം വരാൻ പോവുകയാണ്. ഹല്ലേലൂയ. നഷ്ടപ്പെട്ടതിനെ തിരിച്ചു കിട്ടുമ്പോൾ അതിനെ സാധാരണ നടത്തിയല്ല കൊണ്ടുവരുന്നത്, തോളിലെടുക്കത്തക്ക വണ്ണ, തൻ്റെ ഭുജത്തിലെടുക്കത്തക്ക വണ്ണ സ്വർഗത്തിൽ അപ്പൻ പറയുന്നു, ഞാൻ തോളിലെടുക്കുന്നു. ഇന്നൊരു സ്വർഗത്തിലൊരു സന്തോഷം വരുന്നുണ്ടെങ്കിൽ പറ, അത് എൻ്റെ കുടുംബത്തിനകത്ത് വരുന്നുണ്ട്. കുടുംബത്തിൽ വരുന്ന സന്തോഷം എൻ്റെ സഭയ്ക്കകത്ത് വരുന്നുണ്ട്. ഇന്ന് എത്ര പേര് പ്രാർത്ഥിക്കും നഷ്ടപ്പെട്ടതിനെ കുറിച്ച് തിരിച്ചു പിടിക്കുവാൻ, ഇന്ന് നഷ്ടപ്പെട്ട അനുഗ്രഹത്തെ തിരിച്ചു പിടിക്കുവാൻ, ഈ നഷ്ടപ്പെട്ട ആടിനെ തിരിച്ചു പിടിക്കുവാൻ എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്. ഇന്ന് എത്ര പേര് കർത്താവേ എൻ്റെ കൂട്ടത്തിൽ നിന്ന് ഒന്ന് നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞ് ഹല്ലേലൂയ മാറിയിരുന്ന് കരയുന്ന വ്യക്തിയായിട്ടല്ല, അതിനെ അന്വേഷിച്ച് ഇറങ്ങത്തക്ക വണ്ണം നീ മുന്നോട്ട് വരുമെങ്കിൽ അതിന്ന് പകൽക്കാലം കണ്ടു കിട്ടുമെന്ന് പരിശുദ്ധാത്മാവ് സഭയോട് ഒരു ദൂത് വിളിച്ച് പറയുന്നു. നഷ്ടപ്പെട്ടതിന് വേണ്ടി നീ ഇറങ്ങുമെങ്കിൽ, നിന്റെ നഷ്ടപ്പെട്ട അനുഗ്രഹത്തിന് വേണ്ടി ഇറങ്ങുമെങ്കിൽ ദൈവം പറയുന്നു, അത് നിന്റെ കയ്യിൽ വരുന്ന ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് മടക്കി തരുമെന്ന് സഭയോടൊരു ദൂത്, ദൈവസഭയോട് പരിശുദ്ധാത്മാവ് ഒരു ദൂത് വിളിച്ചു പറയുന്നു. തിരിച്ചു കിട്ടോ. ഇത് നഷ്ടപ്പെട്ട ആടിനെ നിന്റെ കയ്യിൽ ദൈവം തരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നീ അതിന്റെ പിന്നാലെ പോണോ, നഷ്ടപ്പെട്ടതിന്റെ പിന്നാലെ പോണോ. അത് എങ്ങനെയാണോ? പ്രാർത്ഥനയാലോ ഉപവാസത്താലോ നിലവിളിയാലും പ്രാർത്ഥിക്കുമെങ്കിൽ ഇന്ന് നിന്റെ മേൽ ദൈവം തിരിച്ച് മടക്കി തരിക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ഇന്ന് നമ്മുടെ അനുഗ്രഹം ഒരാടെന്ന് പറയുമ്പോൾ അത് വിലയുള്ളതാണ്. ഇന്നൊരു വ്യക്തിയുടെ അനുഗ്രഹം നഷ്ടപ്പെട്ടു പോവുകയാണ്. നമുക്ക് ആടുന്ന് നിൽക്കട്ടെ. നഷ്ടപ്പെട്ട കൃപ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ നീ പ്രാർത്ഥിക്കണം. നഷ്ടപ്പെട്ട അഭിഷേകം, എനിക്കൊരു അഭിഷേകം ഉണ്ടായിരുന്നു, നഷ്ടപ്പെട്ടു പോയി. ഇന്ന് ആട് മാത്രമല്ല നഷ്ടപ്പെട്ടു പോയത്, നിന്റെ ആരോഗ്യം നഷ്ടപ്പെട്ടു പോയി. ആമേൻ. നിന്റെ സമാധാനം നഷ്ടപ്പെട്ടു പോയി. ആമേൻ. നിന്റെ ആരോഗ്യം നഷ്ടപ്പെട്ടു, സമ്പത്ത് നഷ്ടപ്പെട്ടു, നിന്റെ സ്വസ്ഥത നഷ്ടപ്പെട്ടു. ഇതെന്തൊക്കെ നഷ്ടപ്പെട്ടോ നീ തിരിച്ചു പിടിക്കാൻ തയ്യാറാകുന്നുണ്ടെങ്കിൽ ദൈവം നിനക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യും. ഹല്ലേലൂയ. ഹല്ലേലൂയ. സമാധാനം, എന്റെ നഷ്ടപ്പെട്ട സമാധാനം, ഓ ജീവിതത്തിൽ സന്തോഷവും സമാധാനം ഉണ്ടായിരുന്നു, ഇത് വഴിയിൽ വെച്ച് നഷ്ടപ്പെട്ടു പോയി. ഇന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം, കർത്താവേ എൻ്റെ നഷ്ടപ്പെട്ട സമാധാനം എനിക്ക് തിരിച്ചു തരണം, നഷ്ടപ്പെട്ട സന്തോഷം എനിക്ക് തരണം. അത് പറയുമ്പോൾ തന്നെ എൻ്റെ നഷ്ടപ്പെട്ടു പോയ ആരോഗ്യം, ഇന്ന് പലരും നോക്കിയാണ് നഷ്ടപ്പെട്ടു പോയ നിന്റെ ആരോഗ്യം. സമാധാനം നഷ്ടപ്പെട്ടപ്പോൾ ആരോഗ്യം നഷ്ടപ്പെട്ടു. കാര്യം എന്താ പറയുമോ? സമാധാനം നഷ്ടപ്പോൾ സമയത്തിന് തീറ്റിയില്ല, കുടിയില്ല, ഉറക്കമില്ല, ഭയങ്കരമായ ചിന്തകളും പ്രശ്നങ്ങളും, ടെൻഷൻ, തലവേദന, എപ്പോഴും എന്താണ്? ഫാം കൊണ്ടാണ് നടക്കുന്നത്. ഹല്ലേലൂയ. ഒന്ന് ടൈഗർ ഫാം അല്ലെങ്കിൽ അമൃത, ഇതും കൊണ്ടാണ് ഇപ്പൊ നടക്കുന്നത്. അങ്ങനെ ഉള്ളവരോട് ഞാൻ വിളിച്ചു പറയുകയാണ്, നിന്റെ നഷ്ടപ്പെട്ടു പോയ സ്വസ്ഥതയെ സമാധാനത്തെയും ദൈവം തിരിച്ചു മടക്കി തരുവാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. കുഞ്ഞെ, ഇന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നീ എവിടെ വീണു പോയോ അവിടെ ദൈവം നിന്നെ കരം പിടിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ നിന്ന് തിരിച്ചു പിടിക്കുവാൻ മനസ്സ് വയ്ക്കണം. നീ പ്രാർത്ഥിക്കണം. ഇന്ന് അതിനു വേണ്ടി പ്രാർത്ഥിക്കണം. അത് കണ്ടു കിട്ടുന്നവരെയും ദൈവത്തിന് ഒരു സ്വസ്ഥത കൊടുക്കരുത്. നീ ദൈവത്തിന് സ്വസ്ഥത കൊടുക്കരുത്. നിന്റെ പ്രാർത്ഥന ദൈവത്തിന്റെ സ്വസ്ഥത നഷ്ടപ്പെടുത്തണം. ഹല്ലേലൂയ. ദൈവം പ്രവർത്തിക്കാൻ ശക്തനാണ്. ദൈവത്തിന് അറിയാം. പക്ഷെ നമ്മൾ ശ്രമിക്കണം. നമ്മൾ ചെയ്താൽ മാത്രമേ ദൈവം ചെയ്യേണ്ട കാര്യങ്ങൾ ദൈവം ചെയ്യത്തുള്ളൂ. ഹല്ലേലൂയ. ദൈവം പറയും തന്റെ മക്കള് എന്ന് വെച്ചാൽ പ്രാർത്ഥനയില് അത് പ്രാർത്ഥന എന്നൊരു അധ്വാനം, അത് പ്രാർത്ഥന എന്നൊരു അധ്വാനം ഉണ്ടെങ്കിൽ പ്രവൃത്തിയിൽ വെളിപ്പെടുന്ന ഒരു ദൈവമുണ്ട്. നീ ആത്മഭാരത്തോടെ ഇറങ്ങുമെങ്കിൽ, ഇന്ന് ആത്മഭാരത്തോടെ എനിക്ക് തന്നിട്ടല്ലാതെ ഞാൻ ഇരിക്കത്തില്ല, ഉപവം ഞാൻ തന്നിട്ടല്ലാതെ ഞാൻ ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കത്തില്ല. ചിലവരൊക്കെ കഠിനമായ ഉപവാസമാണ്, അന്വേഷണമാണ്. ചിലപ്പോൾ 7 ദിവസം 21 ദിവസം അങ്ങ് ഇരുന്നളയും. കാര്യം ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം കിട്ടാതെ ഞാൻ ഇരിക്കത്തില്ലപ്പാ, ഞാൻ ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കത്തില്ല. അതാണ് അന്വേഷണം. ഹല്ലേലൂയ. ഇന്ന് അന്വേഷിക്കുമെങ്കിൽ ദൈവസന്നിധിയിൽ നിന്റെ ഹൃദയം കൊണ്ട് ഇന്ന് അന്വേഷിക്കുമെങ്കിൽ ചില കാര്യങ്ങൾ നിന്റെ മേൽ ദൈവം വെളിപ്പെടുത്തുവാൻ ശക്തനാണ്. ഹല്ലേലൂയ. ഞാൻ നഷ്ടപ്പെട്ടു പോയ അനുഗ്രഹം, ദൈവഭയതല്ലേ, നിന്റെ നഷ്ടപ്പെട്ടു പോയ അനുഗ്രഹത്തെ തിരിച്ചു പിടിക്കണം. നിന്റെ നഷ്ടപ്പെട്ടു പോയ സമാധാനത്തെ തിരിച്ചു പിടിക്കണം. നിന്റെ നഷ്ടപ്പെട്ട കുടുംബത്തെ നീ തിരിച്ചു പിടിക്കണം. നിന്റെ നഷ്ടപ്പെട്ട തലമുറകളെ നീ തിരിച്ചു പിടിക്കണം. ഹല്ലേലൂയ.
നഷ്ടപ്പെട്ടു പോയി, എവിടെയൊക്കെ എന്തൊക്കെ നഷ്ടപ്പെട്ടു പോയി എന്ന് ഇന്ന് തിരുവചനം വിളിച്ചു പറയാണ്. അതിനൊന്ന് തിരിച്ചു പിടിക്കുവാൻ ആത്മഭാരത്തോടെ പ്രാർത്ഥിക്കുമെങ്കിൽ ഇന്ന് മുതൽ ഞാൻ ആഗ്രഹിക്കുന്ന വിഷയത്തിന്റെ മേൽ എന്റെ നഷ്ടപ്പെട്ടു പോയ അഭിഷേകം ഇന്ന് പ്രാർത്ഥിക്കുന്ന പറയും, എന്റെ നഷ്ടപ്പെട്ട അഭിഷേകം എനിക്ക് തിരിച്ചു വേണം. ദൈവത്തെ അറിഞ്ഞിട്ട് വീണുപോയി, എവിടെയൊക്കെയോ വീണുപോയി, ദൈവത്തെ അറിഞ്ഞിട്ട് പോലും എവിടെയൊക്കെ വീണുപോയി, പാപത്തിൽ വീണുപോയി. അതോ തിരിച്ചു നീ പിടി. നഷ്ടപ്പെട്ടു പോയ കൃപയ്ക്ക് വേണ്ടി ഒന്ന് കരമടിക്കാൻ കഴിയുന്നില്ല, പ്രാർത്ഥിക്കാമില്ല, ഇപ്പൊ അന്യഭാഷയില്ല, ഒന്നുമില്ല, അഭിഷേകമില്ല, ഒന്നുമില്ല, നഷ്ടപ്പെട്ടു പോയി. ശത്രു അപകരിച്ചു. ഇത് തിരിച്ചു പിടിക്കാൻ നിന്ന് ദൈവത്തോട് ആഗ്രഹിക്കേ. ഹല്ലേലൂയ. നമ്മളെ നഷ്ടപ്പെട്ടു പോയ അനുഗ്രഹത്തെ നിങ്ങൾ ആദ്യം അഭിഷേകത്തിനുവേണ്ടി പ്രാർത്ഥിക്കണം. എനിക്കൊരു അഭിഷേകം വേണം ആരാധിക്കുവാൻ. എനിക്ക് നഷ്ടപ്പെട്ടു പോയ കൃപ എനിക്ക് വേണം. ആമേ ഹല്ലേലൂയ. ആദ്യമൊക്കെ പ്രാർത്ഥിക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ ആമേ ഒരു പ്രാർത്ഥനയെ തീക്കകത്താ. ഇപ്പൊ തീക്കകത്ത് അറിയാൻ പറ്റുന്നില്ല, എപ്പോ ഇരിക്കുന്നു എപ്പോ എഴിക്കുന്നില്ല. പക്ഷേ ഒരു ആത്മീയമായ ഒരു അന്തരീക്ഷം ഉണ്ടാവുന്നില്ല, പ്രാർത്ഥനയ്ക്കകത്ത് കയറാൻ പറ്റുന്നില്ല. പക്ഷെ നേരത്തേക്കാണ് നല്ലപോലെ പ്രാർത്ഥിക്കാൻ പറ്റും, ഇപ്പൊ പറ്റുന്നില്ല. കാരണം എന്താണ്? ഇപ്പൊ ബൈബിൾ എടുത്തു വെച്ച് ഇരുന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആമേ അങ്ങ് കോട്ടുവായും ഉറക്ക ക്ഷീണവും അതുവരെ ഇല്ലാത്ത ബുദ്ധിമുട്ടാണ്. അങ്ങനെ കടന്നു പോകുമ്പോ ഇന്ന് ഹല്ലേലൂയ നിന്റെ ക്ഷീണം കൊണ്ട് ശരീരത്തിടുമ്പോ നീ അതിനെ ജയിക്കണം. ശരീരത്തിലെ ക്ഷീണങ്ങൾ കൊണ്ടിട്ട് രോഗങ്ങൾ കൊണ്ടിട്ട് നിന്നെ തളർത്തുമ്പോ അതിനെ പൊട്ടിച്ച് നീ ഇന്ന് പുറത്തു വരുവാൻ പരിശുദ്ധ പറയുന്നു. നിന്റെ ശരീരത്തിലെ ക്ഷീണങ്ങളെ നീ ഇന്ന് പൊട്ടിക്കണം. വചനം ഇങ്ങനെ പറയുന്നു, ആഗ്രഹിക്കുന്ന ഉള്ളങ്ങളെ ഞാൻ നിറയ്ക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്ന സാധനം നിങ്ങൾക്ക് ദൈവം തരാൻ പോവുകയാണ്. നിങ്ങൾ അനുഗ്രഹത്തിന് വേണ്ടി ആദ്യം പ്രാർത്ഥിക്കുക. നന്മയും വസ്തുവും എല്ലാം വിടുക. മറ്റുള്ള കാര്യം ഒന്ന് ദൈവസ്ഥലം പറ, എനിക്ക് നഷ്ടപ്പെട്ട എൻ്റെ അഭിഷേകം എനിക്ക് തിരിച്ചു വേണം, നഷ്ടപ്പെട്ട കൃപ എനിക്ക് വേണം. ഇന്ന് ഒരു ആട് നഷ്ടപ്പെട്ടു പോലെ ഒരു അഭിഷേകം നഷ്ടപ്പെട്ടു പോയി. പ്രാർത്ഥന എന്നൊരു അഭിഷേകം, പ്രാർത്ഥന എന്നൊരു ആത്മഭാരം നഷ്ടപ്പെട്ടു പോയി. ഹല്ലേലൂയ. വചനം പറയുന്നു, നിന്നെ കുറിച്ചൊരു കുറ്റം പറയുവാനുണ്ട്. ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടു പോയി. ദൈവം നോക്കുമ്പോ എവിടെയോ കുറവുകൾ കാണുന്നുണ്ട്, എവിടെയോ ബലഹീന കാണുന്നുണ്ട്. ഇന്ന് നഷ്ടത്തെ വിട്ട് നഷ്ടത്തെ തിരിച്ചു പിടിക്കാൻ മനസ്സുണ്ടോ? ദൈവസഭ ആഗ്രഹിക്കുന്നുണ്ടോ? ഇന്ന് നഷ്ടപ്പെട്ടു പോയ അഭിഷേകത്തെ എനിക്കൊന്ന് വേണം, എനിക്കൊന്ന് കയറി വരണം. ആമേ, എന്റെ പഴയകാല ആരാധന ഇങ്ങനെയല്ല. ഞാൻ നിന്ന് ആരാധിച്ച് കഴിഞ്ഞാൽ ചില സ്ഫോടനങ്ങൾ സംഭവിക്കത്തക്ക വണ്ണം ഒരു ദൈവ പ്രവൃത്തി സംഭവിക്കുമായിരുന്നു. ഇപ്പോൾ അതില്ല. അത് തിരിച്ചുപിടി. ഓ ഹല്ലേലൂയ. ഇന്ന് വ്യത്യസ്തമായ ദൈവാത്മാ സംസാരിക്കുകയാണ്, പരിശുദ്ധാത്മാ സംസാരിക്കുകയാണ്, ദൈവസഭയോട് സംസാരിക്കുകയാണ്. എനിക്കൊരു അഭിഷേകം വേണം. ഇല്ലാത്തവരിന്ന് ചോദ്യം, നഷ്ടപ്പെട്ടവർ അത് അന്വേഷിക്കേ, ഉള്ളവർ വർദ്ധിപ്പിക്കേ. ഓ കൃപയ്ക്ക് വേണ്ടി പ്രാവിര്. ഓ രക്തം ജയം. നിന്റെ സ്ഥിതി മാറുകയാണ്. ആത്മാവിന്റെ തീ ഇറങ്ങുകയാണ്. ആത്മമണ്ഡലം നിനക്ക് വേണ്ടി തുറക്കുകയാണ്. പ്രാപിച്ചോ. 7ാമത്തെ വാക്യത്തിൽ അങ്ങനെ തന്നെ മാനസാന്തരം കൊണ്ട് ആവശ്യമില്ലാത്ത 99 നീതിമാനെ കുറിച്ചതിനേക്കാൾ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ ചൊല്ലി സ്വർഗത്തിൽ അധികം സന്തോഷമുണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. 7. അങ്ങനെ തന്നെ മാനസാന്തരം കൊണ്ട് ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെ കുറിച്ച് ഉള്ളതിനേക്കാൾ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ ചൊല്ലി സ്വർഗത്തിൽ അധികം സന്തോഷമുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ശ്രദ്ധിച്ച് കേൾക്കണം. അതുകൊണ്ട് വചനം പറയും, അങ്ങനെ തന്നെ മാനസാന്തരം കൊണ്ട് ആവശ്യമില്ലാത്ത 99 നീതിയെക്കുറിച്ചതിനേക്കാൾ 99 ഉള്ളതിൽ 99 മാനസാന്തരമില്ല. മനസ്സിലായി? വലിയൊരു കൂട്ടമുണ്ട്, പക്ഷെ ഈ 99 ഉള്ളതിലും ഒരു മാനസാന്തരവും ഇല്ല. പക്ഷേ ഇതിനകത്ത് നിന്നും ഒരു മാനസാന്തരപ്പെട്ടനെ കാണും. പക്ഷേ ഈ 100 മാനസാന്തരപ്പെടാത്ത 99 അല്ലെങ്കിൽ 99 എടുക്കാം. ഒന്ന് മാനസാന്തരപ്പെട്ടനെ മാറ്റി നിർത്താം. 99 മാനസാന്തരപ്പെടാത്ത ഒന്നിനെ നഷ്ടപ്പെട്ടു പോയാൽ സ്വർഗം പറയും,
അതിവിടെ ഉള്ളതിനെക്കാട്ടിലും പോയത് തന്നെ നല്ലത്. ഇരിക്കണേക്കാട്ടിലും പോയത് തന്നെ നല്ലത്. അത് സഭയ്ക്കും ദോഷമാണ്, അല്ലേ? സഭയ്ക്കും ദോഷമാണ്, നമ്മളെ കുടുംബത്തിനും ദോഷമാണ്, ദേശത്തിനും ദോഷമാണ്. നീ മാനസാന്തരപ്പെട്ടില്ല എങ്കിൽ നിനക്ക് എന്തെങ്കിലും നഷ്ടം വന്നു കഴിഞ്ഞാൽ ദൈവത്തിന് ഒന്നും സംഭവിക്കാനില്ല, ഒരു ദുഃഖവും ഇല്ല. പക്ഷേ നീ ദൈവത്തിന്റെ മകനോ മകളായി തീർന്നാൽ, സ്വീകരിച്ചിട്ട് നീ ഇടറിയാൽ സ്വർഗം അടങ്ങിയിരിക്കത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? മാനസാന്തരപ്പെട്ടതിന്, നീ യേശുവിനെ സ്വീകരിച്ചതിന് ആണ് നഷ്ടമായാൽ അവിടെ ദൈവപ്രവൃത്തി ആരംഭിക്കും. മാനസാന്തരപ്പെട്ടില്ല, കൂട്ടത്തിലുണ്ട്, 99 കൂട്ടത്തില് ഉണ്ട്. എന്തെങ്കിലും ഒരു കുഴപ്പം വന്നു കഴിഞ്ഞാൽ, എന്തെങ്കിലും നിങ്ങൾക്കൊരു പ്രശ്നം വന്നാൽ ദൈവത്തിന് ഒരു പ്രശ്നവും ഇല്ല. നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പം വന്നാൽ, അയ്യോ അവിടെ പരിക്ക് ഇവിടെ പരിക്ക്, എന്തെങ്കിലും നിങ്ങൾക്ക് പ്രശ്നം വന്നാൽ ദൈവത്തിന് ഒരു കുഴപ്പമില്ല. കാര്യം എന്താണ്? ദൈവത്തിന് നിങ്ങളെക്കുറിച്ചുള്ള വേദന ഇല്ല. ഒന്ന് ചിന്തിച്ച് നോക്കണം, എന്നെ കുറിച്ചാണല്ലോ പാസ്റ്റർ എന്ന് പറയുന്നത്. വിലയുള്ളതാവുന്ന എപ്പോഴെന്നറിയാമോ? നീ ദൈവത്തിന്റെ മകളായിട്ട് മകനായിട്ട് മാറുമ്പോഴാണ്. ഇല്ലാതെ ജീവിക്കുമ്പോ, നിനക്ക് എന്തെങ്കിലും പരുക്കുകൾ വരുമ്പോ, അല്ലെങ്കിൽ നിന്നെ വഴിയിൽ വെച്ച് ചെന്നായ്ക്കൾ കടിച്ചു കീറുന്നു, അല്ലെങ്കിൽ നിന്നെ വഴിയിൽ വെച്ച് കൊള്ളസംഘമാർ തട്ടിക്കൊണ്ടു പോകുന്നു, അല്ലെങ്കിൽ ഒരു കുറേ ദിവസം നിന്നെ കാണാതെ പോയി, ഒരു വിഷമവും ഇല്ല. നന്നാവാത്തതിനെ കുറിച്ച് ഒരു വേദനയും ദൈവസഭയ്ക്കില്ല. മനസ്സിലാവുന്നുണ്ടോ? നന്നാവാത്തതിനെ കുറിച്ച്. കാരണം ഒരുപാട് അവസരങ്ങൾ കൊടുത്തു, ഒരുപാട് കുഴ കൊണ്ട് കെട്ടിക്കൊടുത്തു, ഒരുപാട് പച്ചലകൾ കാണിച്ചു കൊടുത്തു ഈ ആടുകൾക്ക്. ഇതെല്ലാം തിന്നിട്ട് ഇന്ന് നന്നാവുന്ന, ഇതിനകത്തൊരു മാനസാന്തരമില്ല എങ്കിൽ, മാനസാന്തരപ്പെടാതെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒരു കാരണവശാലും സ്വർഗം അന്വേഷിച്ച് വരത്തില്ല. മനസ്സിലാവുന്നവർക്കായി സ്തോത്രം. പക്ഷേ മാനസാന്തരപ്പെട്ടിട്ട് നിനക്ക് വഴിയിൽ വെച്ചൊരു ആപത്ത് വന്നാൽ, നിനക്കൊരു നഷ്ടം വന്നു കഴിഞ്ഞാൽ സ്വർഗം അടങ്ങിയിരിക്കത്തില്ല. നിനക്ക് വേണ്ടിതാ 99 വിട്ടിട്ട് ഇറങ്ങും. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. ദൈവം ആഗ്രഹിക്കുന്നത് ദൈവത്തിന് കൊള്ളാവുന്നതിന്. ഇന്ന് പറ, ആ 99 അല്ലെ 100 ഒരാട് ഞാനാണെന്ന് പറഞ്ഞ് സമ്മതിച്ചു കൊടുക്കുവാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? കർത്താവേ, ഈ 100 ആടില് നഷ്ടപ്പെട്ടു പോയി ആട് ഞാനാ എന്ന് പറയുന്നവർക്ക് ഞാൻ സ്തോത്രം ചെയ്യാണ്. അതിൽ ഒരാട് നീയായി മാറണം. അതിൽ എന്റെ അനുഗ്രഹം നഷ്ടപ്പെട്ടു പോയി, ഞാൻ വീണു പോയി, അഭിഷേകം നഷ്ടപ്പെട്ടു പോയി. പക്ഷെ മാനസാന്തരപ്പെട്ടിട്ടും നീ വീണു പോയാൽ, ഇതാ പറയുന്നു, മാനസാന്തരപ്പെട്ടിട്ട് നീ നഷ്ടപ്പെട്ടു പോയാൽ സ്വർഗം അടങ്ങിയിരിക്കത്തില്ല. മാനസാന്തരപ്പെട്ടിട്ട് നീ ദൈവസന്നിധിയിൽ അകന്നു പോയാൽ ദൈവം നിന്നെ തേടി വരുന്നൊരു ദിവസമുണ്ട്. ഹല്ലേലൂയ. അതാ, മാനസാന്തരപ്പെട്ടവൻ വീണു പോയാൽ അവനെ ദൈവം തേടി വരും. ഇന്ന് നമുക്ക് എവിടെയെങ്കിലും മാനസാന്തര ഒരു വ്യക്തി വീണു പോയാൽ, സ്വർഗത്തിന്റെ വിലയെന്ന് പറയുന്നത് മാനസാന്തരപ്പെട്ട വ്യക്തി വീണു പോയി, അല്ലെങ്കിൽ നമ്മൾ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ അടങ്ങിയിരിക്കത്തില്ല. 99 ആടുകളും മാനസാന്തരമില്ലാത്ത ആടുകളായിരുന്നു. പക്ഷേ 99 ആട്, നമ്മൾ വിചാരിക്കും പൗതിയത്തിൽ നോക്കുമ്പോൾ 91 ആടുകളും ദശാംശം കൊടുക്കുന്നു, സ്തോത്ര കാഴ്ച ഇടുന്നു, പൗതിയത്തിൽ എല്ലാം ചെയ്യുന്നു. പക്ഷെ ആത്മീയയിൽ ഒന്നുപോലും കത്തണില്ല. പുറമെ എല്ലാം ചെയ്യണം, എല്ലാത്തിലും ഉണ്ട്. അഭിഷേകത്തിൽ ആരാധിക്കുന്ന ഒരു സഭ. നമ്മളെ സമ്പത്തിനുണ്ട്, അഭിഷേകം വേണം കുഞ്ഞെ. ഹല്ലേലൂയ. കൃപയിലും അഭിഷേകത്തിലും
നമുക്ക് നഷ്ടപ്പെട്ടു പോയ അനുഗ്രഹത്തെ, നീ ദൈവത്തെ അറിഞ്ഞിട്ടും നിനക്കൊരു വീഴ്ച വന്നാൽ, ആമേ ഹല്ലേലൂയ, ആത്മമണ്ഡലത്തിൽ നിന്ന് പരിശുദ്ധ പറയാ, നീ ദൈവത്തെ അറിഞ്ഞിട്ട് നിനക്കൊരു വീഴ്ച വന്നാൽ, നീ പിന്മാറിപ്പോയാൽ, ആമേ ദൈവത്തെ ഉപേക്ഷിച്ചു പോയാൽ, നീ പാപത്തിൽ വീണു പോയാൽ, നീ എവിടെയെങ്കിലും എന്തെങ്കിലും കാരണവശാൽ വീണു പോയി കഴിഞ്ഞാൽ, നിന്നെ തേടി വരും ദൈവം തേടി വരും. ഇന്ന് തേടി വരുന്നൊരു ദൈവമുണ്ട്, തേടി വരുന്നുണ്ട്. അല്ല, നഷ്ടപ്പെട്ടാൽ വീണു പോയാൽ അവിടെ കിടക്കട്ടെന്നല്ല, എന്റെ ദൈവം തേടി വരും. ഇന്ന് ദൈവം നിന്റെ മേൽ ഒരു പദ്ധതി നിന്റെ മേലുണ്ട്. പ്രൈസ് ദി ഹല്ലേലൂയ. ഇന്ന് ആ നഷ്ടപ്പെട്ടതിനെ, അത് എങ്ങനെയുള്ള ആടായിരുന്നു? മാനസാന്തരപ്പെട്ട ആടായിരുന്നു. അതിൽ 99-നെക്കാട്ടിലും വിലയുള്ള ഒരാടായിരുന്നു. നിന്റെ കുടുംബത്തിനകത്ത് 5 പേരുണ്ടെങ്കിലും 4 പേരുണ്ടെങ്കിലും നീ മാനസാന്തരപ്പെട്ടു വന്നാൽ 5 പേരെക്കാട്ടിലും വിലയുള്ള നീ ആയിരിക്കും. അതിനകത്ത് വിലയുള്ള നീ ആയിരിക്കും. ആമേ, സമ്പത്ത് കൊണ്ട് അവര് വലുതാണെങ്കിലും പക്ഷെ ആത്മീയതയില് നീ വലുതായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ ദൈവത്തെ അറിഞ്ഞ, നിന്റെ കുടുംബത്തിനകത്ത് നിന്നും നിന്നെയാണ് ദൈവം വേർതിരിച്ചത്. നിങ്ങളെ കുടുംബത്തിൽ നിന്ന് വേർതിരിച്ച് കൊണ്ടുവന്നാൽ അതിനകത്ത് വിലയുള്ളത്, വേർതിരിച്ചവന് വിലയുണ്ട്. ഹല്ലേലൂയ. അത് മനസ്സിലാക്കണമെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ അത് കൃത്യമായിട്ട് കാണാൻ പോവുകയാണ്. ഹല്ലേലൂയ. വിലയുണ്ടോ ഇല്ലേ എന്ന് ഹല്ലേലൂയ. അത്ഭുതങ്ങൾ സംഭവിക്കുമ്പോൾ പറയൂ, അവൻ പറയുന്ന സംഭവിക്കുമ്പോൾ അത് പറയത്തക്കവണ്ണം ദൈവത്തിന് വിലയുണ്ടെങ്കിൽ മനുഷ്യനും വിലയുണ്ട്. ഇന്ന് ദൈവത്തിന് വിലയുണ്ടെങ്കിൽ മനുഷ്യനും വിലയുണ്ട്. ദൈവത്തിന് വിലയില്ലെങ്കിൽ മനുഷ്യനും വിലയില്ല. ദൈവം തള്ളിയത് മനുഷ്യനും തള്ളി. ഹല്ലേലൂയ. ദൈവം അംഗീകരിച്ചത് മനുഷ്യനും അംഗീകരിക്കുക. ഹല്ലേലൂയ. ദൈവം നമ്മളെ ഏത് രീതിയിലാണോ കാണുന്നത് ആ രീതിയിൽ മനുഷ്യനും കാണുന്നത്. ദൈവം നമ്മളെ വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യനും വേണ്ടാന്ന് വെക്കുക. ഹല്ലേലൂയ. ഇതൊക്കെ ദൈവത്തിന്റെ ഒരു ക്വാളിറ്റിയാണ്. നമ്മൾ ഏത് രീതിയിലാണ് ദൈവത്തിനെ സ്വീകരിക്കുന്നത്, അത്രത്തോളം അപ്പന്റെ സ്നേഹം നമ്മുടെ മേൽ കിടക്കുമ്പോ, ആമേ ഹല്ലേലൂയ, ഇടർച്ച വരുമ്പോഴും തകർച്ച വരുമ്പോഴും പരാജയം വരുമ്പോഴും ഒറ്റപ്പെടുമ്പോഴും യാഗാന്തര നടുവിലും ആരും കാണാതെ ഒറ്റക്കിരുന്ന് മൂലയുടെ നടുവിൽ ചെന്ന് കരയുമ്പോ നിന്റെ കണ്ണുനീര് വന്ന് തോറ്റുന്ന ഒരു യേശുണ്ട്. അങ്ങനെയല്ലേ സഹോദരങ്ങളെ? അല്ലേ? ആരുമില്ലാതെ മാറിയിരുന്ന് യാഗാന്ത നടുവിലിരുന്നു കൊണ്ട് കരയുന്ന എത്രയോ സഹോദരന്മാരുണ്ട്. ഹല്ലേലൂയ. അതിന്റെ ഒരു കൂട്ടത്തിൽ ഞാനും ഉണ്ട്. ഹല്ലേലൂയ. എല്ലാം മാറ്റിവെച്ച് ഹല്ലേലൂയ അറയ്ക്കകത്തുനിന്ന് കണ്ണുനീരോടെ കരയുമ്പോ ഇറങ്ങി വരുന്ന സാന്നിധ്യം അത് അനുഭവിക്കുന്നവർക്കായി സ്തോത്രം. അത് പറഞ്ഞു, ഭയപ്പെടണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്, നീ കരയണ്ട, നിന്റെ കണ്ണുനീര് തോറ്റത് ഞാനാണെന്ന് പറയുന്ന ഒരു ദൈവം. അങ്ങനെ അനുഭവിക്കുന്ന എത്ര ഉണ്ടെന്നറിയാമോ? ഹല്ലേലൂയ. നമ്മുടെ ആശ്രയം ദൈവത്തിലാ. നമ്മൾ നല്ലതാണെങ്കിൽ ഇടയ്ക്ക് വീണാൽ നിന്നെ തേടി വരും. നീ നല്ലതായിരിക്കണം. നീ ദൈവത്തിന് നല്ലത്, പക്ഷെ സമൂഹത്തിന് നല്ലതല്ല. നോക്കുമ്പോ കമ്മലില്ല, മാലയില്ല, പൊട്ടില്ല, തലയിൽ പൂവില്ല, നല്ല സാരിയില്ല, വസ്ത്രമില്ല, കൂട്ടത്തിരിക്കാൻ പറ്റത്തില്ല, സൗന്ദര്യമില്ല, അല്ലേ? എല്ലാ കളറൊക്കെ ബ്ലാക്കാണ്, ഇരുത്താൻ പോലും പറ്റണില്ല. മനുഷ്യൻ മാറ്റിയിരുത്തിയാണ്. ഹല്ലേലൂയ. പക്ഷെ സ്വർഗം പറയും, ഹല്ലേലൂയ, ഞാൻ വേർതിരിച്ച മറ്റ് മനുഷ്യൻ മാറ്റിയാലും ദൈവം മാറ്റത്തില്ലെന്ന്. ഹല്ലേലൂയ. സ്വർഗത്തിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത് ഹൃദയമാണ്. ഇന്ന് ഹൃദയമാണ്. അതാ ദൈവത്തിന്റെ സന്നിധിയിൽ നീ ദൈവത്തെ സ്വീകരിച്ചിട്ട് നിനക്കൊരു ഇടർച്ച വന്നാൽ, ഒരു പരാജയം വന്ന് താണു പോയി കഴിഞ്ഞാൽ ദൈവം മടക്കിയെടുക്കുന്ന ഒരു പകൽക്കാലമാണ്. നിനക്കൊരു വീഴ്ച വന്നാൽ, ഒരു പരാജയം വന്നു കഴിഞ്ഞാൽ ദൈവം കണ്ണടച്ചിരിക്കത്തില്ല, സ്വർഗം നിന്നെ തേടി വരും. നിനക്കൊരു പരാജയം വന്നു, ഒരു വീഴ്ച വന്നാൽ നിന്നെ തേടി വരും. നിന്റെ നഷ്ടപ്പെട്ടതിനെ തിരിച്ചു മടക്കി തരുവാൻ ദൈവത്തിന് കഴിയും. ഇന്ന് ഈ നഷ്ടപ്പെട്ടതിനെ തിരിച്ചു പിടിക്കണം. ദൈവസഭ തിരിച്ചു പിടിക്കണം. എന്നെ നഷ്ടപ്പെട്ട അഭിഷേകം എനിക്ക് വേണോ? നഷ്ടപ്പെട്ട കൃപ എനിക്ക് വേണോ? പ്രാർത്ഥന നഷ്ടപ്പെട്ട തിരിച്ചുപിടി. കർത്താവേ, എനിക്ക് പ്രാർത്ഥിക്കാൻ ഒരു കൃപ വേണം. നഷ്ടപ്പെട്ട ഒരു അഭിഷേകം ഉണ്ടായിരുന്നു. നമ്മുടെ പ്രാർത്ഥന എന്നത് നഷ്ടപ്പെടുന്നത് ഭയങ്കര അഭിഷേകമാണ്.
അത് ഭയങ്കര ഒരു ആത്മഭാരമാണ്. തിരിച്ചു പിടിക്കണം. നഷ്ടപ്പെട്ട അഭിഷേകം തിരിച്ചു പിടിക്കണം. ഇല്ലാത്തവർ അതിനുവേണ്ടി ആഗ്രഹിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് ഒന്നിനെ തേടി വരുന്ന ആ ഒന്നെന്ന് പറയുന്നത് മാനസാന്തരപ്പെട്ട വ്യക്തിയായിരുന്നു. ദൈവത്തിന്റെ സന്നിധിയിൽ നല്ല പ്രയോജനമുള്ള വ്യക്തിയായിരുന്നു, അനുസരണയുള്ളതായിരുന്നു, ദൈവഹിതമനുസരിച്ചുള്ളതായിരുന്നു. എന്നാൽ അതിനെ തേടിയാണ് സ്വർഗം. എന്നാൽ കണ്ടു കിട്ടുമ്പോൾ അത് സന്തോഷമുണ്ടാകും. എവിടെ സ്വർഗം? സ്വർഗത്തിലൊരു സന്തോഷമുണ്ടാകും. സ്വർഗത്തിലൊരു സന്തോഷമുണ്ടാകുമ്പോൾ ഇന്ന് ഈ സഭയിൽ നഷ്ടപ്പെട്ട ഒരാട് തിരിച്ചു വരുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് എവിടെയാ? സ്വർഗത്തിലാണ് സന്തോഷിക്കുന്നത്. ഹല്ലേലൂയ. അടുത്തൊരു ഉപമ പറയുകയാണ് യേശു. അടുത്തൊരു ഉപമ പറയാണ്. യേശുവിന്റെ വാക്കുകളാണ് ഇന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. എട്ടാമത്തെ വാക്യം. അല്ല, ഒരു സ്ത്രീക്ക് 10 ദ്രഹ്മ ഉണ്ട് എന്നിരിക്കട്ടെ. 10 ദ്രഹ്മ ഉണ്ടായിരുന്നു. ഒരു ദ്രഹ്മ കാണാതെ പോയാൽ അവൾ വിളക്ക് കത്തിച്ച് വീട് അടിച്ചു വാരി അത് കണ്ടുകിട്ടും വരെ സൂക്ഷ്മത്തോടെ അന്വേഷിക്കാതിരിക്കുമോ? പ്രൈസ് ദി ലോർഡ്. അടുത്തൊരു സ്ത്രീയെ എടുക്കുകയാണ്. അവരെ കയ്യിൽ എന്തുണ്ടായിരുന്നു? 10 ദ്രഹ്മ ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ ഒന്ന് കാണാതെ പോയി. വീട്ടിൽ വെച്ചാണ് കാണാതെ പോയത്. അവൾ വിളക്ക് കത്തിച്ച്, ഇന്നത്തെ ലൈറ്റൊന്നും ഇല്ല, ഇന്നത്തെ മൊബൈൽ ടോർച്ചൊന്നും ഇല്ല, മണ്ണെണ്ണ വിളക്കാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ ഇരുട്ടുള്ള സമയത്തും വിളക്ക് കത്തിച്ച് വെച്ച് വീട് ഇവിട്ടൊന്ന് അടിച്ചു വാരി അത് കണ്ടു കിട്ടുമോ? സൂക്ഷ്മയോട് അന്വേഷിക്കും. നോക്കിയോ, നിന്റെ അനുഗ്രഹം വീട്ടിനകത്ത് വെച്ച് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ അത് കണ്ടു കിട്ടുന്നവരെ ഒന്ന് അടിച്ചു വാരത്തക്ക വണ്ണം ഇന്ന് ചിലതിനൊക്കെ കാണിക്കണം. അടിച്ചു വാരണം, ഒന്ന് അടിച്ചു വാരണം. നിങ്ങളുടെ കയ്യിൽ അല്പം ഒരു പൊന്നുണ്ടായിരുന്നു. നോക്കിയോ, കുറച്ച് പൊന്നുണ്ടായിരുന്നു, ഞാൻ സ്വർണം. അതിന് ഒരു കമ്മലിന്റെ ഒരു ആണി തന്നെ എടുക്കാം നമുക്ക്. അതാണല്ലോ കൂടുതൽ കളയുന്നത്. ഈ ആണി എന്ന് പറയുമ്പോൾ ഇത്തിരി വിലയുള്ള ഒരു വൈഡൂരിയൊക്കെ വെച്ച ഒരു കല്ലെന്ന് വെച്ചോ. പക്ഷേ ഈ കമ്മൽ ഇടണമെങ്കിൽ ആണി ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. അതും വിലയുള്ളതായിരുന്നു. പക്ഷെ ഇത് കണ്ടു കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യും? വളരെ നമ്മൾ എല്ലാവരും അടിച്ചു വാരും അല്ലെ? എവിടെയൊക്കെ നോക്കാൻ പറ്റുമോ ഇവിടെ എല്ലാം കംപ്ലീറ്റ് അടിച്ചു വാരും. ഇന്ന് അടിച്ചു വാരത്തക്കാണ് ദൈവ പൈതൽ. നിന്റെ ഭവന അടിച്ചു വാരുന്നത് പോലെ നിന്റെ ഹൃദയത്തെ ഒന്ന് അടിച്ചു വാരാനുള്ള മനസ്സ് നീ വേണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒന്ന് ഹൃദയത്തിനകത്തൊന്ന് അടിച്ചു വാരുവാൻ, ഒന്ന് തൂത്തെടുക്കത്തക്കവണ്ണം, ഒന്ന് തുടയ്ക്കത്തക്കവണ്ണം, ഒന്ന് ക്ലീൻ ചെയ്യത്തക്കവണ്ണം ഒന്ന് മനസ്സുണ്ടോ? മറഞ്ഞിരിക്കുന്നതിന് വെളിപ്പെടുവാൻ മറഞ്ഞിരിക്കുന്നതിന് ആമേ നഷ്ടപ്പെട്ടു പോയതിനെ ആമേ തിരിച്ചു പിടിക്കുവാൻ കഴിയും. ഇത് നമ്മൾ നഷ്ടപ്പെട്ടതിനെ ഓർത്ത് ഹല്ലേലൂയ ഒന്ന് നമ്മൾ അടിച്ചു വാരണം. ഭവനത്തിനകത്ത് മരുഭൂമിയിൽ നഷ്ടപ്പെട്ടു പോയി ഇറങ്ങിയതുപോലെ, എന്നാൽ വീട്ടിനകത്ത് വെച്ച് നഷ്ടപ്പെട്ടതിനെ ബ്രഹ്മ നഷ്ടപ്പെട്ടു പോയി. 10 ബ്രഹ്മയിൽ ഒന്ന് പോയി. പക്ഷെ സൂക്ഷ്മയോട് അന്വേഷിക്കുവാൻ തുടങ്ങി. ഈ സൂക്ഷ്മയോട് അന്വേഷിക്കുമ്പോൾ എന്തുമാത്രം ടെൻഷനാണ് അവിടെ. നമ്മൾ ദൈവമക്കളാണെങ്കിൽ ഹല്ലേലൂയ, സ്തോത്രം കർത്താവേ, സ്തോത്രം പാട്ട് പാടി ദൈവത്തിന് മഹത്വം കൊടുത്ത് സ്തോത്രം വളരെ ആത്മഭാരത്തോട് അന്വേഷിക്കും. ആമേ, ഹല്ലേലൂയ. ഇന്ന് ആത്മഭാരത്തോട് അന്വേഷിക്കുന്നവരോട് പറയാ, നീ ആത്മഭാരത്തോടെ ഒരാത്മഭാരം നിന്റെ മേൽ വരണം. ഒരാത്മഭാരം നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാവുന്ന ഒരു ആത്മഭാരത്തെ ഇന്ന് നിനക്ക് തിരിച്ചു വേണം. ഇന്ന് ചിലവർക്ക് ആത്മഭാരമില്ല. ആ നഷ്ടപ്പെട്ട ആത്മഭാരത്തെ തിരിച്ചു പിടിക്കുവാൻ പരിശുദ്ധ പറയുന്നുണ്ട്. നിനക്ക് ആദ്യത്തെ പോലെ ആത്മഭാരം ഉണ്ടായിരുന്നു, പക്ഷെ അത് ഇല്ല, അത് നഷ്ടപ്പെട്ടു പോയി. ഇന്ന് പകൽക്കാലം അതിനെ തിരിച്ചു പിടിക്കത്തക്കവണ്ണം ഒരു ആത്മഭാരത്തോടെ ഇന്ന് ചില അടിച്ചു വാരുവാൻ മനസ്സുണ്ടോ? ആ നഷ്ടപ്പെടുന്നവരെ മുഖം ഒന്ന് നോക്കിയേ, എന്തുമാത്രം വിഷമമായിരിക്കും. ഈ ബ്രഹ്മ നഷ്ടപ്പെട്ട് നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ ചോദിക്കുകയാണ്, ഇത്തിരി ചായ കുടിച്ചിട്ട് എന്തെങ്കിലും കഴിച്ചിട്ടൊക്കെ നോക്കാന്ന് പറഞ്ഞാലോ? മിണ്ടരുത്. ഇപ്പം ഭക്ഷണമൊന്നും എനിക്ക് ശരിയാവത്തില്ല, വെള്ളമൊന്നും ശരിയാവത്തില്ല. ഒരാത്മഭാരത്തോടെ അല്ലേ കണ്ടു കിട്ടുന്നവരെയും അവിടെ കടന്ന് അത്രത്തോളം ശ്രദ്ധയോടെ, ഓരോ സൂക്ഷ്മതയോടെ, ഇന്ന് സൂക്ഷ്മതയോടെ നീ അന്വേഷിക്കുമെങ്കിൽ, നീ ആത്മഭാരത്തോടെ സൂക്ഷ്മതയോടെ നീ അന്വേഷിക്കുമെങ്കിൽ അത് നിനക്ക് കയ്യിൽ വരുവാനിട വരും. നിന്റെ നഷ്ടപ്പെട്ട അഭിഷേകത്തെ, ബ്രഹ്മ എന്ന് പറയുമ്പോ കൃപ, അഭിഷേകത്തെ, അതാ നീ നഷ്ടപ്പെട്ടതിനെ സൂക്ഷ്മതയോടെ വീണുപോയതിനെ
ഇരുട്ടുള്ള സമയത്തും വിളക്ക് കത്തിച്ച് വെച്ച് സൂക്ഷ്മയോടെ നാളെ എന്നല്ല, ഇന്ന് നഷ്ടപ്പെട്ടതിനെ ഇന്ന് തന്നെ കണ്ടിട്ടും മനസ്സെടുക്കണം. ഇന്ന് നഷ്ടപ്പെട്ടത് നാളെ 1 മാസം കഴിഞ്ഞിട്ടെന്നല്ല, ആ സെക്കൻഡിൽ ഇന്ന് നിങ്ങളെക്കുറിച്ച് ബോധ്യപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഇന്ന് ഈ സെക്കൻഡിൽ തന്നെ ദൈവത്തോട് പ്രാർത്ഥിക്കുക, എനിക്കത് തിരിച്ചു വേണം കർത്താവേ, ഇന്ന് എനിക്കത് തിരിച്ചു വേണം. എന്നാൽ ഈ സൂക്ഷ്മയോടെ അന്വേഷിക്കുമ്പോൾ അത് കൃത്യമായിട്ട് കിട്ടും, കിട്ടാതിരിക്കത്തില്ല. 9-ാമത്തെ വാക്യത്തിൽ അത് കണ്ടു കിട്ടും. നമ്മൾ സൂക്ഷ്മതയോട് അന്വേഷിക്കും. ബൈബിൾ പഠിപ്പിക്കുന്നു, അന്വേഷിച്ചാൽ കണ്ടെത്തും. അന്വേഷിച്ചാൽ നമ്മൾ ആത്മഭാരത്തോടെ ഒന്ന് അന്വേഷിക്കണം. ഈ സൂക്ഷ്മതയോടെ ബ്രഹ്മ അന്വേഷിച്ചതുപോലെ തിരുവചനം യേശുവിനെ ഒന്ന് അന്വേഷിക്കാനുള്ള മനസ്സ് നിങ്ങൾക്കുണ്ടോ? നിങ്ങളുടെ ജീവിതങ്ങളെ കുറിച്ച് ഇന്ന് നിങ്ങളെ യേശുവിന്റെ കരങ്ങളൊന്ന് കൊടുത്ത് നിങ്ങൾ യേശുവിനെ ഒന്ന് അന്വേഷിക്കാനുള്ള മനസ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ യേശുവിനെ കയ്യിൽ കിട്ടുവാനിട വരും. ഇന്ന് കയ്യിലല്ല, നിങ്ങളെ ഹൃദയത്തിലോട്ട് യേശു വരുവാനിട വരും. എന്നുവെച്ചാൽ സൂക്ഷ്മതയോടെ പ്രാർത്ഥിക്കുമ്പോൾ ഏകാഗ്രതയോടെ ഇരിക്കണം. മനസ്സിലാവുന്നുണ്ടോ? പ്രാർത്ഥനയിലെ സൂക്ഷ്മ വേണം, ശ്രദ്ധ വേണം. നമ്മൾ ഇരിക്കുമ്പോൾ ആ ഒരു അന്തരീക്ഷത്തിൽ ഇരിക്കണം. ദൈവം ഇടപെടണമെങ്കിൽ നമ്മുടെ മനസ്സും ശരീരമെല്ലാം ഒരു മനസ്സോടെ ഇരിക്കണം. ആരെയും ബോധ്യപ്പെടുത്താനൊന്നും അല്ല, ഇന്നിവിടെ മനുഷ്യൻ ആരെയും ബോധ്യപ്പെടുത്താനല്ല. സ്വർഗത്തിൽ നിന്ന് എന്തെങ്കിലും പ്രാപിക്കണമെങ്കിൽ ഒരു സൂക്ഷ്മതയോടെ ഇരിക്കണം. മനസ്സിലാവുന്നുണ്ടോ? അലസ്യമായിരുന്ന ഒന്നും കിട്ടത്തില്ല. നിങ്ങൾ അലസ്യമായിട്ട് നോക്കി നോക്ക്. നിങ്ങൾ നഷ്ടപ്പെട്ട അനുഗ്രഹത്തെ ഇന്ന് അന്വേഷിച്ച് നോക്ക്. അലസ്യമായി നടന്ന ഒന്നും കിട്ടത്തില്ല. വളരെ ശ്രദ്ധയോടെ വഴിയിലാണ് ഒരു സാധനം കളഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ വളരെ ശ്രദ്ധയോടെ കല്ലൊക്കെ നീക്കി കരിയിലേക്ക് മാറ്റി അങ്ങോട്ട് അവിടെ കിടന്ന ചപ്പും ചവറൊക്കെ മാറ്റി വളരെ ശ്രദ്ധയോടെ ഇരുന്നും കിടന്നൊക്കെ നോക്കും. പ്രൈസ് ഹല്ലേലൂയ. അത് കയ്യിൽ വരും, അത് വരും എന്ന് പറഞ്ഞതുപോലെ ഇന്ന് ദൈവത്തെ അന്വേഷിക്കുവാൻ എത്രയോർക്ക് മനസ്സുണ്ട്. നീ ഒരു ബ്രഹ്മ എന്ന് പറയുന്നത് സ്വർഗത്തിലെ ദൈവത്തെ അന്വേഷിക്കുവാനുള്ള മനസ്സിനെയാണ്. ഇന്ന് ദൈവത്തെ അന്വേഷിക്കുക. നിനക്ക് അനുഗ്രഹത്തെ നഷ്ടപ്പെട്ടു പോയ നിന്റെ യേശുവിനെ തിരിച്ചു പിടിക്കുക. നിനക്കൊരു ആത്മഭാരം ഉണ്ടെങ്കിൽ ഇന്ന് ദൈവം നിനക്ക് തിരിച്ചു മടക്കി തരുവാൻ ശക്തനാണ്. കുഞ്ഞെ, ശ്രമിച്ചാൽ മാത്രമേ നേടത്തുള്ളൂ. ആഗ്രഹിക്കുന്ന ഉള്ളങ്ങളെ ദൈവം നിറയ്ക്കൂ. ഹല്ലേലൂയ. അവിശ്വാസത്തിലും ഒരു കാരണവശാലും അവിശ്വാസത്തിലും ദൈവം പ്രവർത്തിക്കത്തില്ല. ദൈവത്തിന് വേണ്ടത് എപ്പോഴും ഒരു ആഗ്രഹിക്കുന്ന ദൈവത്തിന് വേണ്ടി ഒരു ദാഹിക്കുന്ന ഒരു ഹൃദയം. മനസ്സിലാവുന്നുണ്ടോ? ദാഹിക്കണം. അല്ലാതെ നമ്മൾ യേശുവിനെ അങ്ങ് കിട്ടിക്കഴിഞ്ഞാൽ എല്ലാം കിട്ടി ലോകം മൊത്തം പിടിച്ചടക്കാന്നല്ല. എൻ്റെ അപ്പനായിട്ട് എനിക്ക് യേശുവിനെ എനിക്കൊന്ന് വേണം എന്നൊരു ആത്മഭാരത്തോടെ, അല്ല ജാതിയോ മതമോ മാറ്റുന്നല്ല യേശു ക്രിസ്തു. ഹല്ലേലൂയ. നിന്റെ ഹൃദയത്തിനെ രൂപാന്തരപ്പെടുത്തുവാൻ ദൈവത്തിന് കഴിയും. നിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുവാൻ ദൈവത്തിന് കഴിയും. നിന്റെ ജീവിതം മാറ്റിമറിക്കാൻ യേശുവിന് കഴിയും. ഹല്ലേലൂയ. യേശുവിനെ അങ്ങോട്ട് നിന്നോക്ക്. നീ ആരെ മുമ്പിൽ തല കുനിക്കേണ്ടി വരില്ല. ഞാൻ അന്നും ഇന്നും പറയും, യേശുവിനെ കൂടെ നിന്ന് കഴിഞ്ഞാൽ എൻ്റെ അപ്പൻ നിന്നെ ഒരിക്കലും തല കുനിക്കേണ്ട വരത്തില്ല. മനുഷ്യന്റെ മുമ്പിൽ കിടന്ന് കരയേണ്ടി വരത്തില്ല. ഇല്ല 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 എന്ന് പറയേണ്ട അവസ്ഥ വരത്തില്ല. കാര്യം എന്താണ്? അങ്ങനെ പറയുന്ന മനുഷ്യന്റെ മുമ്പിൽ പറയത്തില്ല, പക്ഷെ ദൈവത്തിന്റെ മുമ്പിൽ പറയും. കർത്താവേ, നീ സകലതും അറിയുന്നു. സകലതും ദൈവത്തിന്റെ മുമ്പിൽ പറയും, പക്ഷെ മനുഷ്യന്റെ മുമ്പിൽ കരയുവാനുള്ള വരത്ത്. അതുകൊണ്ട് ഇന്ന് ദൈവത്തെ നിങ്ങൾക്ക് സ്വീകരിക്കത്തക്കവണ്ണം നിങ്ങളുടെ ഹൃദയത്തെ ഒന്ന് പാകപ്പെടുത്തി. നിങ്ങളുടെ ഹൃദയം എന്ന് പറയുന്നത് ഒരു ഹല്ലേലൂയ ഒരു പളങ്ക് പാത്രമാണ്. ഈ ഹൃദയത്തിനകത്ത് കയറുവാൻ മനസ്സ് ആര് വെക്കണം? നിങ്ങൾ വെക്കണം. ഹല്ലേലൂയ. ഇടിച്ചു കയറി വരുന്നതല്ല, നമ്മൾ അന്വേഷിക്കണമെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. നമ്മൾ സ്വയം ചെയ്യണം. സ്വയം. ആര് പറഞ്ഞിട്ടൊന്നുമല്ല, ഇതാര് പറഞ്ഞു തരുന്ന കാര്യമല്ല. എനിക്ക് സ്വയം. ഹല്ലേലൂയ. എത്രയോ പേര് അവിടെ ഇവിടെയൊക്കെ പോയി അപ്പുറം ഇപ്പുറമൊക്കെ പോയി അവസാനം മരിക്കാറാകുമ്പോൾ ഡോക്ടർമാര് കൈവിടും, പറയും ഇനി നമുക്ക് ഈ ആത്മീയ സഭയിലോട്ടൊന്ന് പോകാം, ഇനി പാസ്റ്ററെ ഒന്ന് വിളിക്കാം, ഇന്ന് നിങ്ങളെ കുറിച്ച് പറയണം, ഇന്ന് നിങ്ങളെ ബുദ്ധിയെ കുറിച്ച് പറയണം. എനിക്ക് അനുഗ്രഹം വേണം. എവിടെയാണോ ബലഹീനത അത് മാറ്റിമറിക്കുവാൻ ദൈവത്തിന് കഴിയും. നീ ആടാ, ദൈവത്തിന്റെ ആടാ. ഇന്ന് നല്ല അനുസരണ ആടുകളായി ദൈവ ശബ്ദം കേട്ട്, ഇന്ന് ഇടയന്റെ ശബ്ദം കേട്ട് ഇന്ന് ഇരിക്കുമെങ്കിൽ ഞാൻ വാതിക്കലാവുന്നു. എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നു കഴിഞ്ഞാൽ ഇന്ന് ഞാൻ നിന്നോട് അത്താഴം കഴിക്കും.
ഇന്ന് ഒരുമിച്ച് ദൈവ ശബ്ദം കേട്ട് ഏത് വാതില്, ഹൃദയമെന്ന വാതിൽ നീ തുറന്നാൽ, ഇന്ന് നീ ആ ഇടിച്ച് കയറി വരുന്ന ദൈവമല്ല. ഈ വാതിൽ ഇടിച്ച് തുറക്കില്ല മോനെ. നിനക്ക് നിന്റെ വാതിൽ തുറന്നാ മതി. നിന്റെ ഒരു അന്തസ്സും പോകത്തില്ല. അന്തസ് പോകാതിരിക്കണമെങ്കിൽ ഈ ഹൃദയത്തിനകത്ത് ഇടയിലൂടെ ആട് വരണം. ഇന്ന് അന്തസ്സൊക്കെ നഷ്ടപ്പെടുന്നത് എവിടെയാണ്? വാതിൽ തുറക്കുന്നില്ല. ഇന്ന് എത്രയോ നല്ല കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് പോകുന്നുണ്ട്. പക്ഷേ പലപ്പോഴും ഈ ഉമി നീറും പോലെ നീറിക്കൊണ്ടിരിക്കുന്നത്. ആ അവസ്ഥയിലോട്ട് പോകരുത്. നിന്റെ ഹൃദയം ഒന്ന് തുറക്കാമെങ്കിൽ നിന്റെ കൂടെ ഇരിക്കുന്നൊരു ദൈവമുണ്ട്. നിന്നെ എല്ലാ കാര്യത്തിലും കരം പിടിച്ച് നീ അതിശയിക്കത്തക്കവണ്ണം, അത്ഭുതങ്ങൾ നടക്കത്തക്കവണ്ണം അത് സംഭവിക്കും. ഈ വചനം നീ വിശ്വസിക്കണം. യേശു എൻ്റെ കൂടെയുണ്ട്. എൻ്റെ കാര്യം എല്ലാം നടത്തി തരുവാൻ ദൈവത്തിന് കഴിയും. നീ ദൈവത്തിന് കൊള്ളാവുന്ന ഒരാടായി തീരുവാൻ, ദൈവത്തിന്റെ വചനത്തിന് അടിസ്ഥാനത്തിലും ചട്ടങ്ങൾ അനുസരിച്ച് ജീവിക്കുവാനും ദൈവത്തിന് നിന്നെ തന്നെ സമർപ്പിച്ച് ഒരു ശിശുവായി ഇപ്പോൾ ജനിച്ച കുഞ്ഞുങ്ങളെ പോലെയായി തീരുമെങ്കിൽ നിങ്ങൾക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ പറ്റും. നിങ്ങൾ ആരാധനയ്ക്ക് വേണ്ടി നിങ്ങളുടെ ശരീരങ്ങൾ, ദേഹം, ആത്മാവ് വിശുദ്ധിയും വേർപാടും ദൈവം ആഗ്രഹിക്കുന്ന ഏറ്റവും വലുതാണ് വിശുദ്ധിയും വേർപാടും. ഈ വിശുദ്ധിയും വേർപാട് കാത്തു സൂക്ഷിച്ച് അവിടുത്തെ രക്തത്താൽ കഴുകി ശുദ്ധീകരണത്തിലൂടെ നിങ്ങൾ വരുമെങ്കിൽ വൻ കാര്യങ്ങൾ ദൈവം നിങ്ങളുടെ മേൽ ചെയ്യുവാനിട വരും. ദൈവം നിങ്ങളുടെ വീര്യപ്രവൃത്തികൾ ചെയ്യുവാണ്. ഇതുവരെയും ഉണങ്ങാത്ത മുറിവുകൾ, നിങ്ങളെ മുറിവുകൾ ഉണങ്ങും. നിങ്ങളെ മനസ്സിനകത്ത് മുറിവ് ഉണങ്ങുന്നില്ല, ശരീരത്തിൽ മുറിവ് ഉണങ്ങുന്നില്ല. ആദ്യം വെച്ച് കെട്ടേണ്ടത് ഹൃദയത്തിന്റെ മുറിവുകളെ. മുറിവ് ഹൃദയത്തിനകത്ത് വിശ്വാസം കൂടുന്നതനുസരിച്ച് നിങ്ങളുടെ ശരീരത്തിലും വിടുതൽ വരും. ദൈവം ഈ വചനങ്ങളാൽ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ഈ ദൈവത്തെ വിട്ട് ഒരിക്കലും പോകാതെ ദൈവത്തെ മുറുകെ പിടിക്കാം, കണ്ണടയ്ക്കാം, പ്രാർത്ഥിക്കാം. നിത്യനും പരിശുദ്ധനല്ല പിതാവേ, ഈ നല്ല പകൽക്കാലത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ദൈവശക്തമായ ആഴത്തിടപെട്ടനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ കൂട്ടത്തിൽ നിന്ന് കർത്താവേ, ഒരാട് പോലും നഷ്ടപ്പെടാതെ അവിടെ സ്വർഗീയമായ രക്തം കൊണ്ട് മുത്തിടുന്നു. ഈ കൂട്ടം നഷ്ടപ്പെട്ട ആടുകൾ വരും ദിവസങ്ങളിൽ ദൈവം മടക്കി വരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു വ്യക്തിക്ക് 100 ആടുകൾ ഉണ്ടായിരുന്നു. അത് ഒന്ന് നഷ്ടപ്പെട്ടപ്പോൾ 99 മരുഭൂമിയിൽ വിട്ടിട്ട് ആ ഒന്നിനെ തേടിപ്പോയതുപോലെ ആ 99 ആടുകൾ മാനസാന്തരമില്ലാത്ത ആടായിരുന്നു. പക്ഷേ അതിനകത്ത് ഒരാട് മാനസാന്തരപ്പെട്ട ആടായിരുന്നു. എന്നാൽ ആ മാനസാന്തരപ്പെട്ട ആടിനെ ദൈവം തേടിപ്പോയതുപോലെ ഇന്ന് ഇതിനകത്ത് നഷ്ടപ്പെട്ടു പോയ ആടുകളെ മടക്കി വരുത്താൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അവിടുന്ന് അനുഗ്രഹിക്കണം, നിലനിർത്തണം. ഇവരുടെ വിഷയങ്ങൾക്ക് മറുപടി ആവണം. ഇവർ അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക് മറുപടി ആവണം. ഇന്നത്തെ വചനം വെളിപ്പെട്ടനായി സ്തോത്രം. ഇവർ ദൈവ ശബ്ദത്തിന് വേണ്ടി ഇന്നു മുതൽ സമയങ്ങൾ വേർതിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവരോട് ദൈവം ആഴത്തിൽ ഇടപെടണം. അപ്പച്ച അവിടുന്ന് അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ. ഇവരുടെ സ്ഥിതികൾ മാറണമേ. അടുത്ത ആഴ്ച വരുമ്പോ വലിയ വിടുതൽ നടന്നെന്ന് പറയത്തക്കണോ, ഒരു സാക്ഷിയായി തീരത്തക്കവണ്ണ, ഒരു സാക്ഷിയായി തീരത്തക്കവണ്ണ ദൈവം എന്റെ ജീവിതം മാറ്റിമറിച്ചു എന്ന് പറയത്തക്കവണ്ണ ഒരു സാക്ഷിയായി തീരത്തണം, ജീവിക്കത്തക്കവണ്ണ ഇവർ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ചാനലിലൂടെ അത്ഭുതങ്ങൾ നടക്കട്ടെ. ഇത് കേൾക്കുന്ന ചാനലിലൂടെ, മീഡിയയിലൂടെ, മന്നറ്റിലൂടെയോ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. യൂട്യൂബിലൂടെ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സകലതും താഴ്ത്തുന്നു, സകലതും താഴ്ത്തുന്നു. യേശു ക്രിസ്തു നാമത്തിൽ തന്നെ. ആമേൻ. God bless you. Amen.